കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ടത്തെ പോലെ ഇപ്പോൾ ആർക്കും വ്യാപകമായി സ്ഥലങ്ങളൊന്നുമില്ല. ആകെയുള്ള കുറച്ച് സ്ഥലത്ത് ഒരാഗ്രഹം പോലെ നമ്മൾ വെച്ച് പിടിപ്പിച്ച ഒട്ടുമാവിൻ തൈകൾ 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂക്കുന്നില്ല. ഇനി അഥവാ പൂവിട്ടാൽ തന്നെ അതൊന്നും മാങ്ങയാവാതെ കൊഴിഞ്ഞു പോകുന്നു. ഒരുപാട് പേരുടെ സംശയമാണിത്. മാവ് പൂവിടാതിരിക്കുന്നതും അതുപോലെ തന്നെ നന്നായി പൂവിട്ടാൽ തന്നെ മാങ്ങ ഉണ്ടാവാതിരിക്കുന്നതൊക്കെ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാരണങ്ങളാണ്. അതിൻ്റെ പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒട്ടേറെ ഇനം സങ്കര മാവുകളുടെ തൈകളാണ് ഒട്ടുമാവായി നമുക്ക് ലഭിക്കുന്നത്. അത് യോജിച്ച സ്ഥലത്ത് യോജിച്ച രീതിയിൽ നട്ടാൽ മാത്രമേ ശരിക്കും വളരൂ. നടുമ്പോൾ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ മാവുകൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടുന്ന സ്ഥലം മറ്റ് വൃക്ഷങ്ങളുടെ ഒന്നും ചുവട്ടിലായിരിക്കരുത്. മാവിന് നല്ല സൂര്യപ്രകാശം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള സ്ഥലത്തായിരിക്കണം മാവ് നടേണ്ടത്. മാവ് നല്ല പോലെ വളരുന്നതിനിടയിലായിരിക്കും മാവിലകൾ കരിഞ്ഞു പോവുക, തൂമ്പിലകൾ വാടിക്കൊഴിഞ്ഞു വീഴുക, കൊമ്പുകളെല്ലാം അറ്റം ഉണങ്ങിപ്പോവുക, നീരൊലിപ്പ്, കായ പിടിക്കാതിരിക്കുക. ഇത്തരം രോഗങ്ങൾ വരുന്നത് പലവിധ കീടശല്യം മൂലമാണ്. ഇത്തരം കീടബാധകൾക്കൊക്കെ വേപ്പധിഷ്ഠമായ കീടനാശിനികൾ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മാവിൻ്റെ തടിയിൽ നീരൊലിപ്പ് കണ്ടാൽ ബോർഡോ കുഴമ്പ് തേച്ച് പിടിപ്പിച്ചാൽ മതി. മാവ് വളർന്ന് കായ്ഫലം ലഭിക്കണമെങ്കിൽ കുറേ മൂലകങ്ങൾ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ ഗ്രാഫ്റ്റഡ് മാവുകൾ നട്ട് അത് തനിയെ വളർന്നുകൊള്ളും എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കണ കാര്യമല്ല. മാവിന് 6 മാസത്തിലൊരിക്കൽ നമ്മൾ വളപ്രയോഗങ്ങൾ നൽകേണ്ടതുണ്ട്. ഇനി മാങ്ങ ഉണ്ടായിട്ട് അത് ചീഞ്ഞ് കൊഴിഞ്ഞു വീഴുക, വിണ്ടു കീറുന്നതും സിങ്കിൻ്റെ അഭാവം മൂലമാണ്. അതുപോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സിങ്ക് അധിഷ്ഠിതമായ സൂക്ഷ്മ മൂലകങ്ങൾ വിപണിയിൽ ഇപ്പോൾ ധാരാളമുണ്ട്. അത് പ്രയോഗിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ പുഴുക്കളുടെ ആക്രമണം കൊണ്ടും കായീച്ചകളുടെ ആക്രമണം കൊണ്ടും മാങ്ങകൾ നശിച്ചു പോകാറുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ഫിറമോൺ കണികൾ ഉപയോഗിച്ചാൽ കുറേ കായീച്ചകളെല്ലാം അതിൽ പറ്റിപ്പിടിച്ച് നശിച്ചു പോകും. ഫിറമോൺ കണികൾ പൈസ ചിലവാക്കി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. കാലിയായ ഏതെങ്കിലും വെള്ളത്തിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ കട്ടിയുള്ള ചട്ടകളിലോ ഒക്കെ മഞ്ഞ കളറുള്ള പെയിൻ്റ് അടിച്ച് അതിൽ ഗ്രീസോ ആവണക്കണയോ ഒക്കെ പുരട്ടി മാവിൻ കൊമ്പുകളിലും മറ്റും ഒരു ചരടെടുത്ത് ഒന്ന് കെട്ടി നാട്ടിയിട്ട് കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ ആകർഷിച്ച് കായീച്ചകൾ അതിൽ പറ്റിപ്പിടിച്ച് നശിച്ചു പോകും. വ്യാവസായിക അടിസ്ഥാനത്തിൽ വരെ കൃഷി ചെയ്യുന്നവർ കായീച്ചകളെ തുരത്താനായി ഇതുപോലെയുള്ള ഫെറിമോൺ കണികൾ ഉപയോഗിക്കാറുണ്ട്. ഫെറിമോൺ കണി ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ നഴ്സറികളിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന മാവിൻ തൈകൾ മാറ്റി നടുന്ന സമയത്ത് പോളിത്തീൻ കവറുകളിൽ നിന്നും എടുത്തതിന് ശേഷം മാവിൻ തൈയുടെ തായ് വേര് വളഞ്ഞും മടങ്ങിയും ഒക്കെയാണ് ഉള്ളതെങ്കിൽ അത് ഒടിഞ്ഞു പോവാതെ നേരെ ആക്കിയതിന് ശേഷം മാത്രമേ മാറ്റി നടാവൂ. അതുപോലെ മാവിൻ്റെ ബലം കുറഞ്ഞും അസുഖം വന്നതുമായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി മുറിപ്പാടിൽ കുമിൾനാശിനി പുരട്ടണം. 5-6 വർഷങ്ങളായിട്ട് പൂവിടാതെ നിൽക്കുന്ന മാവുകളിൽ അതിൻ്റെ തായ്തടിയിലെ തൊലി ചെറുതായി ഒന്ന്, അതായത് ഒരു മോതിര വളയത്തിൻ്റെ അത്രയും നീക്കം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവിടുന്നതിനുള്ള കാരണമാവാറുണ്ട്. പൂവിടുന്നതിനുള്ള മറ്റൊരു പോകാൻ വഴിയാണ് പുകയിടൽ. മാവിൻ്റെ കടഭാഗത്ത് നിന്നും അല്പം മാറി കരിയിലയും പച്ചിലയും കൂട്ടിയിട്ട് തീയിട്ട് ആളി കത്തിക്കാതെ പുകഞ്ഞ് നിൽക്കുന്ന പോലെ തീയിടുകയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മുടെ പഴമക്കാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊടിയിലെ ഒട്ടുമാവും ക്രാഫ്റ്റഡ് മാവും ഒക്കെ കായ്ച്ച് നമുക്ക് കൈയെത്തും ദൂരത്തു നിന്ന് തന്നെ നമുക്ക് മാമ്പഴം പൊട്ടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്കും ഷെയർ ചെയ്യുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.